ഇത് ബാറ്റ് കേവിനേക്കാളും കഷ്ടമാണല്ലോ. ക്രിപ്റ്റോ, നിനക്ക് ഇവനെ മനസ്സിലായില്ലേ? ഇത് കാലന്റെ സണ്ണാണ്, ജോനാഥൻ. ഓക്കെ 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 ഗുഡ് 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 ബോയ്. എന്നെ എങ്ങനെ അറിയാം നിങ്ങൾക്ക്? നിന്റെ DNA പരിശോധിച്ചാൽ തന്നെ അത് വ്യക്തമാണ്. ഹു ആർ യു? വല്ല ഗോസ്റ്റോ മറ്റോ ആണോ? നോ, ജോനാഥന്റെ മുത്തച്ഛനായ ജോർ എലിന്റെ ആർട്ടിഫിഷ്യൽ രൂപമാണ് ഞാൻ. ഞാനും ക്രിപ്റ്റോയും ഈ കോട്ടയുടെ ഗാർഡിയൻസ് ആണ്. മൈ ഗ്രാൻഡ് ഫാദർ? യെസ്, നിനക്ക് സയന്റിസ്റ്റുകളുടെയും ഹീറോസിന്റെയും വലിയൊരു പാരമ്പര്യം തന്നെയുണ്ട്. ഹൗസ് ഓഫ് ഹെൽ ഇനി നിന്നിലൂടെയാണ് ജീവിക്കുന്നത്. നീ ആരാണെന്നും എവിടെ നിന്നാണ് വന്നതെന്നും മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. നിന്റെ മുന്നിലുള്ള ഈ ക്രിസ്റ്റലുകളിൽ 28 ഗാലക്സികളിലെ ഡസൻ കണക്കിന് ലോകങ്ങളിൽ നിന്നുള്ള ശാസ്ത്ര സത്യങ്ങളും സാഹിത്യവും ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പം അതൊന്നും കേൾക്കാൻ സമയമില്ല. വലിയ പ്രോബ്ലംസ് ആണ് ഞങ്ങളുടെ മുന്നിലുള്ളത്. ഇതൊന്ന് സ്കാൻ ചെയ്ത് എന്താണെന്ന് പറഞ്ഞു തരുമോ? യെസ്, ഇതിന്റെ സ്പാരോ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് സ്റ്റാറോ എന്ന ഏലിയനാണെന്നാണ്. മില്യൺസ് ഓഫ് സ്പോർട്സിന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു പാരസൈറ്റിക് ക്രിയേച്ചർ. നിന്റെ കയ്യിലുള്ളതുപോലെയുള്ള ഈ സ്പോറുകളൊന്നും അറിയാത്ത ഒരു ഗ്രഹത്തിൽ അയച്ച് അവിടുത്തെ ജനങ്ങളെ മുഴുവൻ ഇത് അടിമകളാക്കും. ആ ഗ്രഹത്തെ പൂർണ്ണമായും ഈ ഹൈവ് മൈൻഡ് നിയന്ത്രിക്കും. ഒടുവിൽ ആ ഗ്രഹത്തിന്റെ മൊത്തം ജീവൻ ഇവ ഊറ്റിയെടുക്കും. സ്റ്റാറോ? ഹൈവ് മൈൻഡ്? ഉറുമ്പുകളുടെ റാണിയെ പോലെ? സിമിലർ, യെസ്. നീ എന്തൊക്കെയാ പറയുന്നത്? മൈ ഡാഡ് ഹൈവ് നിയന്ത്രിക്കുന്ന ഒരു കൂട്ടം പ്രാണികൾ വട്ടായി പാഞ്ഞു നടക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ആ ഹൈവ് മൈൻഡിൻ്റെ പ്രസൻസോടെ ആവാം അവ ഇങ്ങനെ റെസ്പോൺസ് ചെയ്യുന്നത്. അതായത് നമ്മൾ പറഞ്ഞ ഉറുമ്പ് റാണിയെ പോലെ തന്നെ. ഡൈ? ഇംപ്രസീവ്. മോർ ലൈക്ലി ജസ്റ്റ് ലക്കി. ശരി, ഇതിനെങ്ങനെ കൊല്ലാൻ പറ്റും? അറിയില്ല. എന്റെ യഥാർത്ഥ ഉടമ ക്രിപ്റ്റോ നശിക്കുന്നതിന് തൊട്ടു മുൻപായിട്ടാണ് ഈ ജീവിയെ കണ്ടെത്തിയത്. അതിനെക്കുറിച്ച് കൂടുതൽ സ്റ്റഡി ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. ഐ ആം സോറി. അപ്പോൾ നിങ്ങളെക്കൊണ്ടും ഒരു കാര്യമില്ല. മെയിൻ സ്റ്റാറോ എവിടെയാണെന്നെങ്കിലും പറയാൻ പറ്റുമോ? ഇതിന്റെ പരിധിക്കപ്പുറമുള്ള കാര്യമാണ്. ഗ്രേറ്റ്. നമുക്ക് ആ ഹൈവ് മൈൻഡിനെ ഇല്ലാതാക്കാൻ കഴിഞ്ഞാൽ പിന്നെ ആ സ്പാറുകൾ തകരും. ഓ, എൻ്റെ മോം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരു സ്റ്റോറിയുടെ ചുരുള അണിയണമെങ്കിൽ അതിൻ്റെ ബിഗിനിങ് മുതൽ നോക്കണം. എപ്പോഴാണ് ഈ സ്പാറുകൾ കണ്ടു തുടങ്ങിയത്? എനിക്കറിയാം. നീ ബാറ്റ് കേവിൽ വന്നതിന് ശേഷം എൻ്റെ ഡാഡും നിൻ്റെ ഡാഡും വാച്ച് ടവറിൽ അന്വേഷിക്കാൻ പോയിരുന്നു. തലേദിവസം രാത്രി അവിടെ എന്തോ ഇടിച്ചിരുന്നു. മൊത്തത്തിൽ അവരുടെ കമ്മ്യൂണിക്കേഷൻസ് എല്ലാം തകരാറിലായി. സ്പേസ് അവശിഷ്ടങ്ങളായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ മിക്കവാറും It was the hive hive mind. mind. അങ്ങനെയെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ സ്പേസിലേക്ക് പോകുന്നു. നമ്മൾ സ്പേസിലേക്ക് പോകുന്നു. മിസ് ലൈൻ, മിസ്റ്റർ വൈറ്റ് നിങ്ങളെ ബന്ധപ്പെടാൻ നോക്കുന്നുണ്ട്. സൗത്ത് സ്റ്റേറ്റുകളിൽ ഗ്ലോബൽ പാൻഡമിക് പടർന്നിട്ടുണ്ടത്രേ. നിങ്ങളോട് ഉടനെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. Open your mouth. എന്ത്? Jimmy, open your mouth. ആർ യു ഓക്കെ മിസ് ലൈൻ? അല്ല ജിമ്മി, അത്ര സുഖത്തിലല്ല. ഏലിയൻസ് ഇവിടെ എത്തിയിട്ടുണ്ട്. അവന് നിങ്ങളുടെ ജിമ്മി, എന്റെ സൺ പുറത്തുണ്ട്. അവൻ ഇതിനിടയിൽ പെട്ടിരിക്കുകയാണ്. എനിക്കറിയാം. എനിക്ക് അവനെ സഹായിക്കണം. വാർത്താ പരിപാടികളിലൂടെ ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകാമെന്ന് ഞാൻ കരുതി. പക്ഷെ ആരൊക്കെയാണ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളതെന്ന് അറിയില്ലല്ലോ. ഏലിയൻസ്? നിങ്ങൾ ഉദ്ദേശിച്ചത് സൂപ്പർമാനെ പോലെയാണോ? നോ, നത്തിങ് ലൈക്ക് ഹിം. ഐ തിങ്ക് ഐ നോ ഹൗ ടു സ്റ്റോപ്പ് ദം. ചുരുങ്ങിയ പക്ഷം അവരെ വേദനിപ്പിക്കാനെങ്കിലും എങ്ങനെയെങ്കിലും ഇതെല്ലാവരും അറിയിച്ചേ പറ്റൂ. ഓ ഓ മിസ് ലൈൻ, അതിന് പ്രസിഡന്റിന് മാത്രമേ കഴിയൂ. അടിയന്തര സാഹചര്യങ്ങളിൽ സംവേഷണം തടസ്സപ്പെടുത്തി സംസാരിക്കാൻ അദ്ദേഹത്തിന് അനുവാദമുള്ളൂ. പക്ഷേ നമ്മൾ ജിമ്മി, നീ ഒരു ജീനിയസ് ആണ്. മിസ് ലൈൻ, ഇതൊന്നും വേണ്ടായിരുന്നു. ഇവിടെ സ്പേസ് കുറവാണല്ലോ. അത് നിന്റെ അച്ഛൻ കുഞ്ഞായിരുന്നപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി നിർമ്മിച്ച ഷിപ്പായതുകൊണ്ടാണ്. വർഷങ്ങളോളം കഠിനാധ്വാനം ചെയ്താണ് ഞാൻ. നിന്റെ ഗ്രാൻഡ് ഫാദറും എൻ്റെ ഗ്രാൻഡ് ഫാദറും ഒരുപോലെ തന്നെയാ. സ്പീച്ച് വലിയ ഇഷ്ടാ. ശരി, നമുക്ക് തുടങ്ങാം. വെയിറ്റ്, എൻ്റെ ബാക്കിൽ എന്തോ ഉണ്ട്. ആ സ്വീറ്റ്.
അതൊരു ബ്ലാങ്കറ്റ് അല്ലേ? നോട്ട് എനിമോർ. വെൽ, എന്ത് തോന്നുന്നു? ഇറ്റ് ലുക്സ് കംപ്ലീറ്റ്ലി സ്റ്റുപ്പിഡ്. റെഡി? റെഡി. യു ആർ റൈറ്റ്. അവരത് സർവൈവ് ചെയ്യാൻ സാധ്യത കുറവാണ്, തീരെ കുറവാണ്. ഓ, വാച്ച് ടവർ എവിടെയാ? അവിടെയാണെന്ന് തോന്നുന്നു. അവർ നമ്മളെ കണ്ടാലോ? ജോറൽ പറഞ്ഞത് ഈ റോക്കറ്റിന് സ്വന്തമായി ഒരു സ്റ്റെൽത്ത് ഫംഗ്ഷൻ ഉണ്ട്. നമ്മളൊരു റഡാറിലും പെടാൻ പാടില്ല. ബാറ്റ് കമ്പ്യൂട്ടറിൽ ഞാൻ ഹാക്ക് ചെയ്ത കുറച്ച് കോഡുകളുണ്ടെങ്കിൽ സൂപ്പറാവും. ശരി, അപ്പോൾ നമ്മൾ അവിടെ കയറിയിട്ട് എന്നിട്ട് എന്താ? നീ എന്താ വിചാരിച്ചേ? നമ്മൾ ആരും കാണാതെ ഉള്ളിലെത്തുന്നു, ആ ഹൈവ് മൈൻഡിനെ തീർക്കുന്നു, എന്നിട്ട് ആൽഫ്രഡിൻ്റെ കുക്കുംബർ സാൻഡ്വിച്ച് കഴിക്കാൻ കറക്റ്റ് ടൈമിന് തിരിച്ചെത്തുന്നു. ശരി, സൂക്ഷിക്കണം. സൂക്ഷിക്കാനോ? പ്ലീസ്, ഐ ആം എ ട്രെയിൻഡ് അസാസിയൻ. എന്താ, എന്ത് പറ്റി? നമ്മൾ ശരിക്കും പെട്ടു. മിസ്റ്റർ പ്രസിഡന്റ്, ഇതൊരു എമർജൻസി സിറ്റുവേഷൻ അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഇവിടെ വരില്ലായിരുന്നു. നമുക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് മാത്രമേ ഇപ്പോൾ സഹായിക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്കറിയാം, ഏലിയൻസ് ലോകത്തെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് നിങ്ങളൊരു പരസ്യ പ്രസംഗം നടത്തണം. For you, Louis, anything. ഷീ സ്ക്രീൻ സാർ. ബാഗിൽ കുറച്ച് ഹെയർ സ്പ്രേ, സാനിറ്റൈസർ, ഒരു വീഗൻ ഗ്രനോളോ ബാർ, പിന്നെ ഒരു സിഗരറ്റ് ലൈറ്റർ മാത്രമേ ഉള്ളൂ. ഐ ക്വിറ്റ്. ഇതൊരു ഓർമ്മയ്ക്ക് വേണ്ടി വെച്ചതാ. എനിക്കും നിന്നൊരു കാര്യം ഓർമ്മിപ്പിക്കാനുണ്ട്. ഇങ്ങനൊരു ദിവസം സംഭവിക്കുമെന്ന് ഞാൻ കുറെ നാളായി പറയുന്നതാണ്. ഏലിയൻസിനെ കുറിച്ചുള്ള എൻ്റെ ഭയത്തെപ്പറ്റി നീ എത്രയോ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സൂപ്പർമാനെ കുറിച്ചാണോ? ലിസൺ, ഇഫ് യു ഡോണ്ട് വാണ്ട്. ഓഫ് കോഴ്സ് ഞാൻ ഹെൽപ്പ് ചെയ്യാം. അതാണ് ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ളത്. പക്ഷേ എനിക്കൊരു കാര്യം നീ ചെയ്യണം. വാട്ട്? നിന്റെ പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ നെക്സ്റ്റ് ഇലക്ഷന്റെ സമയത്ത് എനിക്ക് വേണ്ടി ഒരു മാപ്പാപേക്ഷയും എനിക്ക് പിന്തുണയും നൽകണം. വെൽ, ഇപ്പോൾ എനിക്ക് ഉറപ്പായി നിങ്ങൾ ഇൻഫെക്റ്റഡ് അല്ലെന്ന്. എന്താ അങ്ങനെ പറഞ്ഞേ? ബിക്കോസ് ലോകം അവസാനിക്കാൻ പോകുമ്പോഴും നിങ്ങളുടെ കാര്യമാണല്ലോ നിങ്ങൾ ആലോചിക്കുന്നത്. അപ്പോൾ ഡീലല്ലേ? ഡീൽ. നിനക്കിപ്പോൾ ആ ഹീറ്റ് വിഷനൊക്കെ ഒന്ന് ട്രൈ ചെയ്തൂടെ? എന്നിട്ട് എന്താ? സൈലൻസ്. എന്റെ പ്ലാൻ തടയാൻ നിങ്ങൾ ശ്രമിച്ചു, പക്ഷേ സ്റ്റാറോയെ തോൽപ്പിക്കാനാവില്ല. It is time. ഹ്യൂമൻസിന് ഫ്രീഡം ഉള്ളിടത്തോളം കാലം നിനക്കൊരിക്കലും ഒരു ചാൻസ് ഇല്ല. You should be grateful. നിങ്ങളുടെ വർക്കം ഈ പ്ലാനറ്റിനെ നശിപ്പിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഒരു കുറ്റകൃത്യങ്ങളുമില്ല. നോ പോവർട്ടി, നോ റിച്ച്, നോ പുവർ. എൻവോൾമെന്റിനും യാതൊരുവിധ പ്രശ്നവുമില്ല. ഞങ്ങളുടെ സ്വാതന്ത്ര്യമെല്ലാം എടുത്തുകൊണ്ട് നിനക്ക് ഞങ്ങളെ അടിമകളാക്കാനല്ലേ? കറക്റ്റ്. ഈ പ്ലാനറ്റ് കഴിഞ്ഞാൽ ഞാൻ അടുത്ത പ്ലാനറ്റിലേക്ക് പോകും, പിന്നെ അടുത്തടുത്തതിലേക്ക്. നിങ്ങൾ ശേഖരിച്ചു വെച്ച ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് എന്റെ വർഗം ഈ യൂണിവേഴ്സ് കീഴടക്കും. നിങ്ങളെന്നല്ല, ആര് വിചാരിച്ചാലും എന്നെ തടയാനാവില്ല. ഡാമിയൻ, അപ്പൊ ഞങ്ങളുടെ കാര്യമോ? ഞങ്ങൾ നിന്റെ സ്റ്റാർ ഫിഷിന്റെ ഹെഡിന്റെ കൂടെ ചേരണമെന്നാണോ? നോ, നീ എന്നെ എതിർക്കാൻ വന്നു. Kill them. ഇത് ചെയ്യരുത്, നിങ്ങൾ ഹീറോസ് ആണ്. കുഴപ്പമില്ല ജനത. എൻ്റെ ഡാഡിൻ്റെ ഗ്രീൻ കോപ്പിയടിയെ എനിക്ക് പണ്ടേ ഇഷ്ടമല്ല. വരൂ റോബിൻ ഹുഡ്, ഞാനിവിടെ തന്നെ ഉണ്ട്. നോ 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 നോ. നീ എന്താ ചെയ്ത ഡ്യൂഡ്? യു ഇഡിയറ്റ്. നിനക്ക് ബാഡ് റാങ്ക് തടയാൻ പോലും അറിയില്ലേ? വാട്ട് മേക്സ് യു തിങ്ക്? സ്റ്റുപ്പിഡ് സ്റ്റുപ്പിഡ് ഫാം ബോയ്. ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിരുന്നു. കുഴപ്പമില്ലടാ. യു ആർ ആരോ പ്രൂഫ്. ഐ ആം ആരോ പ്രൂഫ്. ഓൾ റൈറ്റ് ജസ്റ്റിസ് പൊട്ടന്മാരെ, എൻ്റെ ഫ്രണ്ട് നിങ്ങളൊക്കെ അടിച്ച് ശരിയാക്കാൻ പോവുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട അമേരിക്കൻ ജനതയെ, നമ്മളൊരു ഗ്ലോബൽ ക്രൈസിസ് നേരിടുകയാണ്. ഒരു ഏലിയൻ ശക്തി നമ്മുടെ ലോകത്തെ കീഴടക്കാൻ തുടങ്ങിയ വിവരം ഞാൻ അറിഞ്ഞിരിക്കുന്നു. എല്ലാവരും ജാഗ്രത പാലിക്കണം. സർവശക്തനായ സ്റ്റാറോയ്ക്ക് സ്വയം കീഴടങ്ങണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഇറ്റ് ഈസ് ടൈം.
It is time. അതെ, ടൈമായി. നിന്നെ കത്തിക്കാനുള്ള ടൈമായി. Son of bitch. എത്രയ്ക്കായാലും ഞാനൊരു ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടറാണ്. നീ ഈ മീറ്റിംഗിനെ സംബന്ധിച്ച നിമിഷം തന്നെ എനിക്ക് മനസ്സിലായി. അവർ നിന്നെ ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ടെന്ന്. ജനതൻ, നീ പുറത്തുണ്ടെന്ന് എനിക്കറിയാം. നീ ഇത് കാണണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹീറ്റ് കൊണ്ട് മാത്രമേ ഇവനെ വേദനിപ്പിക്കാൻ പറ്റൂ. നീ കേൾക്കുന്നുണ്ടോ ജോനതൻ കാൻഡ്? ബേൺ ദിസ് മദർ മോം മോം മോം. ഓക്കെ, അപ്പോൾ അതിന് ഹീറ്റ് ഇഷ്ടമല്ല. ഇതൊക്കെ ഈസി അല്ലേ? പക്ഷെ ടൈം. അതെ, ഞാൻ ബിസി ആയിരുന്നു. ആ ഹൈവ മൈൻഡിന് ഹീറ്റ് അത്ര ഇഷ്ടമല്ല കേട്ടോ. ഇത് വിട്ടു പോകില്ലേ? സൂപ്പർ സ്ട്രെങ്ത് ഉണ്ടായിട്ട് പോലും. എന്നാ പിന്നെ വാ, ഹൈവ് മൈൻഡിനെ തകർക്കാം. ചിലപ്പോൾ അതിനെ നിന്റെ ഹീറ്റ് വിഷൻ വെച്ച് കൊല്ലാൻ പറ്റും. കമോൺ, ലെറ്റ്സ് ഗോ. ഡാഡ്, ഞാൻ നിങ്ങളെ കൊല്ലും ഫാദർ. നമുക്ക് പുതിയൊരു ആംഗിൾ വേണം. ആംഗിൾ മാറ്റി നോക്ക്. വേറെ രീതിയിൽ ട്രൈ ചെയ്യാം. മോൻ പറഞ്ഞതാണ് ശരി. നമുക്ക് പാർട്ട്നേഴ്സിനെ മാറ്റിയാലോ? യാ, വൈ നോട്ട്. പക്ഷേ അതിനു മുമ്പ് ബാറ്റ്മാനെ നേരിടാൻ എന്നെ നീ സഹായിക്കണം. ദാറ്റ്സ് ഓക്കെ. പിടികിട്ടി. അതെന്താ? എൻ്റെ ഡാഡിൻ്റെ ഇൻഷുറൻസ് പോളിസി. ഞാൻ ബാറ്റ്മാനെ തോൽപ്പിച്ചു, അതും ഒറ്റ പഞ്ചിന്. ഒരുപാട് വൈകിപ്പോയല്ലോ. കാര്യങ്ങൾ കൈവിട്ടുപോയല്ലോ. ഇനി നിങ്ങളുടെ ലോകം എന്റേതാണ്. അത് നിന്റെ ചിന്ത മാത്രമാണ്. അതിനങ്ങ് തീർത്തേക്ക് ഫാം ബോയ്. നിന്റെ ഹീറ്റ് വിഷൻ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ നേരിടാൻ പറ്റില്ലെന്ന് തോന്നുന്നു. എനിക്കറിയാം, നടക്കുന്നില്ല. ഇനി എന്താ? ഞാൻ ചിന്തിക്കുമ്പോൾ ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ. യാ, ഓക്കെ, ഏകദേശം എല്ലാവരും എത്തിക്കഴിഞ്ഞു. ജോൺ, സോറി ഡാഡ്. റെഡി? സോ നമുക്ക് എങ്ങനെയെങ്കിലും ആ കൺട്രോൾ സെൻറ്ററിൽ എത്തണം. എന്നിട്ട് ഈ അറ്റ്മോസ്ഫിയറിൽ ഇതിനെ വലിച്ച് താഴെയിടണം. നമ്മുടെ മരണം ആഗ്രഹിക്കുന്ന ആ ഹൈവ് മൈൻഡ് അറിയാതെ വേണം. നിനക്കറിയോ, എൻ്റെ ഡാഡ് പറഞ്ഞിട്ടുണ്ട് സൂപ്പർ ഹീറോ ആയാൽ സാക്രിഫൈസ് ചെയ്യണമെന്ന്. ഞാൻ അപ്പം അത് വിശ്വസിച്ചില്ല. ഇപ്പോഴോ ഈ വേൾഡിന് ബാറ്റ്മാനെയും സൂപ്പർമാനെയും ആവശ്യമാണ്. കാൻസസിലെ ഫാം ബോയേക്കാളും പശുള്ള അസാസിയനേക്കാളും. എനിക്കറിയില്ല, പക്ഷെ അവൻ അടിപൊളിയാ. റെഡി? യാ, ഐ ആം. എങ്ങനെയാണ് നമ്മൾ ഈ സംഭവം ഓർബിറ്റിന് പുറത്തേക്ക് എറിയുന്നത്? അറിയില്ല, നോക്കട്ടെ. ഐ ഗോട്ട് ഇറ്റ്. ഡാമിയൻ, ഷൂട്ട് ഇറ്റ്. ഞാനെങ്ങനെ നിന്നെ അത് ചെയ്യുക? ഇതെന്നെ തിന്നാൻ പോകുന്നതിനേക്കാളും അതാ നല്ലത്. ഷൂട്ട് ഇറ്റ് നൗ. നോ, എന്നെ ആർക്കും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ഇതെന്റെ സമയമാണ്. മൈ ടൈം. ഹോൾഡ് ഓൺ. പറ്റുന്നില്ല. ഹോൾഡ് ഓൺ. ആ ഹൈവ് മൈൻഡിന്റെ പവർ നഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. The boys.
താങ്ക്സ്. ഡോണ്ട് മെൻഷൻ. ജീവൻ പോകാൻ ഒരുപാട് വഴികൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നിഞ്ചകൾ വരുന്നത് മനസ്സിലാക്കാം. ഒരുപക്ഷെ ജോക്കറും വരുന്നത് മനസ്സിലാക്കാം. ഈ പാരസൈറ്റിനെതിരെ പൊരുതിക്കൊണ്ട് ഒരു സാറ്റലൈറ്റിലിരുന്ന് പ്ലാനറ്റിലേക്ക് ഇടിച്ചിറങ്ങുന്നത് എൻ്റെ ലിസ്റ്റിലില്ലാത്ത കാര്യമാണ്. നീയൊക്കെ സർപ്രൈസ് ആവില്ലേ? അറിഞ്ഞതിൽ സന്തോഷം. Dad, you all right? എനിക്ക് കുഴപ്പമൊന്നുമില്ല. നീ സേഫാണെന്ന് പറഞ്ഞല്ലോ, അത് മതി. ഞാൻ ശരിക്കും പേടിച്ചുപോയി. എന്തിന്? ഐ ലേൺഡ് ഫ്രം ദ ബെസ്റ്റ്. അങ്ങനെ സൂപ്പർമാൻ ഡാമിയനെ കെട്ടിപ്പിടിച്ചു. ഐ ആം പ്രൗഡ് ഓഫ് യു, ജോനതൻ. നീ വേൾഡിനെ രക്ഷിച്ചു. ഇതാണ് ഒരു സൂപ്പർ ഹീറോ ചെയ്യുന്നത്. ഇതാണ് സൂപ്പർമാൻ ചെയ്യുന്നത്. സ്പേസിലെ എല്ലാ വെല്ലുവിളികളും സർവൈവ് ചെയ്തവനാണ് ഞാൻ. എന്നെ തോൽപ്പിക്കാൻ നിനക്ക് കഴിയുമെന്ന് കരുതിയോ? യു ആർ നത്തിങ്. യു ആർ. ജോനതൻ, ഗെറ്റ് റെഡി. അതൊരു ഹോം റൺ എന്ന് വിളിക്കും. ലിസൺ, ഞങ്ങളൊരു വോട്ട് കൂടി എടുത്തു. യു ഡിഡ്? യെസ്, നീ വാച്ച് ടവറിൽ ചെയ്ത കാര്യങ്ങൾ കണ്ടപ്പോൾ ഞങ്ങളെ രക്ഷിച്ചത്. ഈ വേൾഡിനെ? അതെ, വേൾഡിനെ. ഞങ്ങൾക്കൊരു ബഹുമതിയായിരിക്കും നീ വീണ്ടും ടൈറ്റൻസിൽ ജോയിൻ ചെയ്യുന്നത്. എന്താ കട്ടായോ? ഡേമിയൻ, കേൾക്കുന്നുണ്ടോ? ആ കേൾക്കുന്നുണ്ട്. ബട്ട് യു നോ വാട്ട്, ഇന്ന് എനിക്കൊരു പരിപാടി ഉണ്ട്. ഞാനത് പിന്നെ പറയാം. പിന്നെ പറയാനോ? അങ്ങനെ വണ്ടർ ഗേളിന്റെ കോൾ കട്ട് ചെയ്യും ഡാമിയൻ. ഇത് നീ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടല്ലേ? ഇതൊക്കെ ഒരു രസല്ലേ? കമോൺ, ലേറ്റ് ആവണ്ട. ആദ്യമായിട്ടാ ബേസ്ബോൾ കളി കാണാൻ പോകുന്നത്. No batting. Jonathan can't. ഗുഡ് ലക്ക്. അടിക്കാൻ പറ്റില്ല. അടിച്ചു പൊളിക്കുമോനെ. ഇന്നൊരു എമർജൻസി ഉണ്ടെന്നാണല്ലോ പറഞ്ഞത്. അത് ബാരി നോക്കിക്കോളൂ. എനിക്കിപ്പോൾ ഇതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാനുണ്ട്. ആ പാരസൈറ്റിനെ അടിച്ച് തകർത്ത പോലെ അടിക്കേ. സോ അടുത്തതെന്താ? ഇനി നമ്മൾ ടീൻ ടൈറ്റൻസിൽ ജോയിൻ ചെയ്യും. പെട്രോളിന് പോകുമോ? ഐ മീൻ, എന്താ അടുത്ത പരിപാടി? ന്യൂ ഡൈനാമിക് ഡൂവിൻ്റെ? ഇല്ല, ഡൈനാമിക് 2 അത് ബാറ്റ്മാനും റോബിനും. നമ്മൾ സൂപ്പർ സൺസ്. ഓക്കെ ഫൈൻ. വാട്ട്സ് നെക്സ്റ്റ് ഫോർ ദ സൂപ്പർ സൺസ്? വെൽ, നിനക്ക് തരാൻ എൻ്റെ കയ്യിലൊരു ബർത്ത്ഡേ പ്രസൻറ്റ് ഉണ്ട്. എവിടെ? ഇന്ന പറക്കാൻ ഇപ്പോഴും അറിയില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ഈ ഒരു സിനിമ കഴിഞ്ഞിരിക്കുകയാണ്. മാറ്റ് പീറ്റേഴ്സ് എന്ന ഡയറക്ടറാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തത്. ഈ ഒരു സിനിമയിൽ മെയിൻ വില്ലനായ സ്റ്റാറോ എന്ന ക്യാരക്ടർ DC-യുടെ ലൈവ് ആക്ഷൻ സിനിമയിൽ വന്നു പോകുന്നുണ്ട്. സൂയിസൈഡ് സ്ക്വാഡ് എന്ന സിനിമയിലാണ് ആ ഒരു ക്യാരക്ടറിനെ കാണിക്കുന്നത്. DC-യുടെ സൂയിസൈഡ് സ്ക്വാഡ് സിനിമയിലെ മെയിൻ വില്ലനും സ്റ്റാറോ ആണ്. എൻ്റെ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മുൻപത്തെ വീഡിയോസൊക്കെ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.